ഓണത്തിൻ്റെ പരിപാടി മറ്റന്നാളാണെന്ന് നമ്മുടെ രാജലക്ഷ്മി മാഡം പറഞ്ഞ് നമ്മൾ അറിയും. അപ്പോൾ നിങ്ങൾക്ക് ഓണക്കോടിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ഒരു ബസ് ഡേയുടെ അന്ന് നമ്മൾ കൊയിലോൺ ഫുട്ബോൾ അക്കാഡമി എന്നൊരു അക്കാഡമി ഇവിടെ വന്ന് കുട്ടികളോടൊപ്പം കലാപരിപാടികളും നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പോയി ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഇതിൻ്റെ ചെയർമാൻ സിയാദ് ലത്തീഫ് അദ്ദേഹമാണ് ഞങ്ങളെ ഇന്നിവിടെ വിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഭൂമിക പകൽവീട് കൊയിലോൺ ഫുട്ബോൾ അക്കാഡമിയും സംയുക്തമായിട്ടാണ് ഈ ഓണപ്പുറവ നിങ്ങൾക്ക് തരുന്നത്. അപ്പം ചടങ്ങുകളിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഇന്നിവിടെ വന്നിട്ടുള്ളത് കൊയിലോൺ ഫുട്ബോൾ അക്കാഡമിയുടെ പ്രധാന ഭാരവാഹി ഒരാളായിട്ടുള്ള ഗോപകുമാർ സാറുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ വിദേശ മലയാളികൾക്ക് ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് എൻ്റെ സുഹൃത്താണ്. അപ്പോൾ യാദൃശ്ചികമായിട്ടുള്ള കടയിൽ വന്നപ്പോൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുള്ള എത്തിയതാണ്. പിന്നെ അതോടൊപ്പം തന്നെ മുഖത്തല സുഭാഷും നിങ്ങളുടെ ഓരോരുത്തരെയും പേരുകൾ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. നമസ്കാരം, ന്യൂസ് കേരളം 24ലേക്ക് സ്വാഗതം. കൊയിലോൺ ഫുട്ബോൾ അക്കാഡമിയും ബോധിനി ബഡ് സ്കൂൾ ഭൂമിക പകൽവീടും സംയുക്തമായി അമ്മമാർക്ക് ഓണക്കോടിയും സമ്മാനവും നൽകി. ഇലവന്തിക്കുളം കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ, ബോധിനി ബഡ് സ്കൂൾ, ഭൂമിക പകൽവീട് എന്നീ സ്ഥാപനങ്ങളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഓണാഘോഷ പരിപാടികൾക്ക് കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയും സംയുക്തമായി അമ്മമാർക്ക് ഓണക്കോടിയും സമ്മാനവും നൽകി. കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദ് ലത്തീഫിൻ്റെ നിർദ്ദേശപ്രകാരം 15 പേർക്കുള്ള ഓണക്കോടിയാണ് വിതരണം ചെയ്തത്. ബോധിനി ബഡ് സ്കൂളിലെ കുട്ടികളുടെ പ്രാർത്ഥനാ ഗാനത്തോടൊപ്പം ആരംഭിച്ച ചടങ്ങിൽ QFA മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ അധ്യക്ഷത വഹിച്ചു. QFA എക്സിക്യൂട്ടീവ് അംഗം ഗോപകുമാർ ഓണക്കോടിയും സമ്മാനവും അമ്മമാർക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. GKPA കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് ലക്ഷ്മി ഓണ സന്ദേശം നൽകി. ഭൂമിക പകൽവീട് ബോധിനി ബഡ് സ്കൂൾ സ്റ്റാഫ് അംഗങ്ങളായ ജ്യോതി ലക്ഷ്മി, രേഷ്മ റോബിൻ, സിന്ധു, സുനിൽകുമാർ, രാജലക്ഷ്മി, സാമൂഹ്യ പ്രവർത്തകൻ മുഖത്തല സുഭാഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കൊല്ലം. ബിസിനസ്സാണ്. 3 ഷോപ്പുണ്ടായിരുന്നു. ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് അതെല്ലാം കാണുമ്പോൾ ചെറിയ ചാരിറ്റിയല്ല, പ്രവാസികളായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങളുടെ പ്രവാസം നിർത്തി നാട്ടിൽ സെറ്റാണ്. നമസ്കാരം. വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ്സാണ്. നമ്മൾ കൈ പിടിച്ചോ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഭാരം സർക്കാർ സ്റ്റാഫുകൾ പൈസ ഒക്കെ ഉണ്ടോ? ഇതാരുടെ ശരി